ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി പുട്ടുണ്ടാക്കാനായിട്ട് പോകുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും പുട്ടുണ്ടാക്കാൻ എന്നാ ഇത് മാത്രം പറയാനിരിക്കുന്നതെന്ന്. ഞാനിന്ന് നമ്മൾ വെറൈറ്റി ആയിട്ടൊരു പുട്ടുണ്ടാക്കാം എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് നോക്കാവേ. ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ. അതിലേക്ക് കുഞ്ഞായിട്ട് വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ശകലം കരിവേപ്പില ഇട്ടേ. ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വഴറ്റി വെച്ചിരിക്കുന്ന സബോളയും ഇതും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ വഴറ്റിയത് നമുക്ക് ഈ പൊട്ടുപൊടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനിടയ്ക്ക് ഞാനൊരു ടിപ്സ് പറഞ്ഞുതരാവേ. ഒരു കുറ്റി പുട്ടുപൊടി എടുത്തിട്ട് നമ്മൾ കുഴച്ച് ഒന്ന് ആവി കയറ്റിയിട്ട് വീണ്ടും അതിനെ എടുത്ത് ഒന്നും കൂടി ഒന്ന് ശകലം വെള്ളമൊക്കെ ചേർത്ത് ഒന്നും കൂടി ഒന്ന് കൈ കൊണ്ട് ഒന്ന് തിരുമ്മി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു കുറ്റി എന്നുള്ളത് 2 കുറ്റി ആക്കാം കേട്ടോ. അപ്പം ഈ പുട്ടുപൊടിക്കകത്തേക്ക് ഞാൻ അങ്ങനെ ആക്കി വെച്ചിരിക്കുന്ന പുട്ടുപൊടി കേട്ടോ. ഒന്ന് ആവി കയറ്റിയിട്ട് രണ്ടാമതെടുത്ത് വെച്ചിരിക്കുന്ന പുട്ടുപൊടിക്കകത്തേക്ക് നമ്മൾ ഈ വഴറ്റിയ ഈ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയത് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. കേട്ടോ കുറേശ്ശെ എടുത്ത് നമ്മൾ പുട്ടുകുറ്റി, എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരും ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ നിറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കണേ. എന്നിട്ട് ഇച്ചിരി തേങ്ങയും കൂടെ ഇട്ട് ഇതിങ്ങനെ അടുപ്പിൽ വെച്ച് ഇതിൻ്റെ മൂടി എടുത്ത് അടച്ചിട്ട് നമ്മളിതിങ്ങനെ അടുപ്പിൽ വെച്ച് ആവി കയറ്റി എടുത്തേക്കാവേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കിടിലനായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.